അസ്ഫലിൽ വാദിയ, എന്നിട്ട് ആ താഴ്വരയുടെ അഭിമുഖമായി നിന്നു. തൻദുറു ഹൽ തറാ അഹദൻ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. ഫലം തറ അഹദൻ, ആരെയും കണ്ടില്ല. ഫഹബതത് മിനസ് സഫാ, അങ്ങനെ സഫയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. ഹത്താ ഇദാ ബലഗത്തിൽ വാദിയ, ആ മലഞ്ചെരുവിയുടെ താഴ്വാരത്തിലേക്ക് എത്തിയപ്പോൾ സഅത് സഅയൽ ഇൻസാൻ, ഒരാൾ ധൃതിയിൽ ഓടി നടക്കും പോലെ, ഓടുന്നല്ല നടക്കുമല്ല എന്ന നിലയിൽ ഓടി നടക്കാൻ തുടങ്ങി. ഹത്താ ജാവസത്തിൽ വാദിയ, അങ്ങനെ ആ മലഞ്ചെരിവും കഴിഞ്ഞു. എന്നിട്ട് നേരെ മർവാ കുന്നിന്റെ മുകളിലേക്ക് കയറി. ഇങ്ങനെ മർവയുടെയും സഫയുടെയും ഇടയിൽ ഫഖാമത്ത് അലൈഹ, എന്നിട്ട് ഹൽ തറ അഹദൻ, ആരെയും കാണുന്നുണ്ടോ നോക്കി. ഫലം തറ അഹദൻ, ആരെയും കാണുന്നില്ല. നേരെ താഴത്ത് വന്നു. ഇങ്ങനെ 7 പ്രാവശ്യം. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫദാലിക സഅയുൻ നാസ്, ഇതാണ് ഹജ്ജിന്റെ ആദ്യ പ്രധാനപ്പെട്ട കർമ്മമായ സഅയ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യം, ഈ പെണ്ണിനെ അല്ലാഹു തആല പ്രതീകവൽക്കരിക്കുകയാണ്. ഹജ്ജിന്റെ അതിപ്രധാനപ്പെട്ട കർമ്മം സഅയാണല്ലോ. ഒരു പെണ്ണ്, ആ പെണ്ണിന് അല്ലാഹു നൽകുന്ന സ്ഥാനം നിങ്ങൾ ചിന്തിക്കണം. ദീനിയായ തന്റെ ഭർത്താവ് അല്ലാഹുവിനെ ഏൽപ്പിച്ച് പോയപ്പോൾ ആ ഭർത്താവിനെ പോകാൻ അനുവദിക്കുകയും അല്ലാഹുവിൽ അഭയം തേടുകയും ചെയ്ത ആ പെണ്ണിനെ പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യനോട് പ്രതീകവൽക്കരിച്ചിരിക്കുകയായിരുന്നു. ഈ ആരാധനയുടെ അതിപ്രധാനപ്പെട്ട കാതലാണ് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ. കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞു. അൻ അലിയിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ഫനാദാഹാ ജിബ്രീൽ, ഉടനെ ജിബ്രീൽ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഓടി നടന്നു കുട്ടി മരിക്കാൻ കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് പോയി കുട്ടിയുടെ അടുത്തേക്ക് പോകും, മടങ്ങി വരും, ഓടി നടക്കും. വളരെ കഷ്ടതയിലാണ്, കുട്ടി മരിക്കാൻ പോവാണ്. ആ വേബധു, ആകെയുള്ള ഒരു ജീവന്റെ തുടിപ്പ്, തൻ്റെ അടുത്ത് ആകെ ബാക്കിയുള്ളൊരു കുഞ്ഞാകുന്നു. ആ കുഞ്ഞു കൂടി മരിക്കുന്ന ഘട്ടം. ഫനാദാഹാ ജിബ്രീൽ, ആ സമയത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹുവിനെ വിളിച്ചു. ഫഖാലത്ത്, ഉടനെ ചോദിച്ചു, മനസ്, ആരാണ് വിളിക്കണതെന്ന് ചോദിച്ചു. ആരാണ് നീ എന്ന് ചോദിച്ചു. ഖാലത്ത്, ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അന ഹാജർ, ഞാൻ ഹാജറാണ്. ഉമ്മു വലദ് ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കുട്ടിയുടെ ഉമ്മയാണ് അലൈഹിസ്സലാം, ഹാജറാണ്. ഫഖാല, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, ഫഇലാമൻ വക്കലകുമാ, നിങ്ങൾ രണ്ടാളെ ആരെ ഏൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം പോയിട്ടുള്ളത്? ഖാലത്ത് ഇലല്ലാഹ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ന് മറുപടി പറഞ്ഞു. ഖാല, ഉടനെ സയ്യിദുനാ ജിബ്രീൽ ഫത്ഹുൽ ബാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എന്റെ വക തോന്നിയത് പറയല്ല, വളരെ പ്രധാനമായ ഒരു ഹദീസാണ് ഇത്. ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല, ഉടനെ ജിബ്രീൽ പറഞ്ഞു, വക്കലകുമാ ഇലാ കാഫിൻ, എന്തിനും മതിയായ ഒരാളെയാണ് അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിച്ചത് പേടിയാവണ്ട എന്ന് പറഞ്ഞു. ഫബഹസ ജിബ്രീലു ബിജനാഹിഹി, ഉടനെ ഫത്ഹുൽ ബാരി ജിബ്രീൽ തന്റെ ചിറകുകൾ കൊണ്ട് മണ്ണിലടിച്ചു. ശ്രദ്ധിക്കണം കേട്ടോ, ഇനിയുള്ള ഭാഗം വളരെ ശ്രദ്ധിക്കണം. ഹത്താ ലഹറൽ മാഉ, അങ്ങനെ വെള്ളം പ്രത്യക്ഷമായി. ഫംബസഖൽ മാഉ, വെള്ളം പൊട്ടി ഒഴുകി. ഫദഹശത് ഉമ്മു ഇസ്മാഈൽ, അഥവാ കുട്ടി കാലിട്ടടിക്കുന്ന ഭാഗത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറകുകൾ കൊണ്ട് അടിക്കുകയും ലഹറൽ മാ, വെള്ളം പ്രത്യക്ഷമാവുകയും ചെയ്തു. അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകി. വെള്ളം പൊട്ടി ഒഴുകിയപ്പോ അതിനെ ഒരു തടാകാക്കി, അത് പോവാതിരിക്കാൻ ഒരു സ്ത്രൈണമായ ആവേശം. ഒന്നാ വെള്ളം പോയാൽ പിന്നെ ഇല്ലെങ്കിലൊന്ന് തിരിച്ച് വേഗം അതിനെ ഒരു തടാകാക്കാൻ വേണ്ടി ഒരുങ്ങി ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹാ. അൻ അലിയിൻ ഖാല ഫജഅലത് തഹ്ബിസുൽ മാഅ, വെള്ളത്തിനെങ്ങനെ കെട്ടി നിർത്താൻ ഒരുങ്ങി ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹ. ഫഖാല ജിബ്രീൽ, ഇത് കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ദഈ, കെട്ടി നിർത്തണ്ട, വിട് എന്ന് പറഞ്ഞു. ഫഇന്നഹാ റവ്വാ, ഈ ഭൂമിയിലെ എല്ലാരെയും ദാഹം തീർക്കാൻ മാത്രം അത് മതിയാകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ. 979 24 മണിക്കൂറിലേറെ നേരാണ് 4 പമ്പ് വെച്ചിട്ട് ഇംഗ്ലീഷ് മുഹന്ദിസുകളുടെ ഭൂമിശാസ്ത്രജ്ഞന്മാരുടെ വിദഗ്ധരുടെ മുന്നിൽ 24 മണിക്കൂറിലേറെയാണ് സംസം അടിച്ചിട്ട് നേരെ 3/4 മീറ്റർ, സാധാരണ ഉണ്ടായിരുന്നതിനേക്കാൾ 3/4 മീറ്റർ കൂടി വെള്ളം കൂടി. മനസ്സിലായോ നിങ്ങൾക്ക്? അതിനെക്കുറിച്ച് ഒരാളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
24 മണിക്കൂർ അടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ 3/4 മീറ്റർ വെള്ളം കൂടി. അതിനെക്കുറിച്ച് ഒരു അറബ് ചിന്തകൻ, ഒരു അറബ് ശാസ്ത്രജ്ഞൻ അതിനെക്കുറിച്ച് മാത്രം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ചിന്തിക്കണം. അതാണ്, ഞാൻ വിശദീകരിക്കില്ല. അതാ പറഞ്ഞത്, കെട്ടി നിർത്തണ്ട. ഈ ലോകത്തെ എല്ലാരെയും ദാഹം തീർക്കാൻ മാത്രം അതുണ്ടാകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. എന്നാലും ഉടനെ ഹജർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫജഅലത് തഗ്രിഫു മിനൽ മായി ഫീ സിഖായിഹാ. വെള്ളം വറ്റിയാലോ, സ്ത്രീണമായ ബുദ്ധിയാണല്ലോ, മാത്രല്ല ആ സമയമല്ലേ, വേഗം ഏറ്റെടുത്തിട്ട് തന്റെ തോൽപാത്രത്തിൽ നിറക്കാൻ നോക്കി. ഇത് മുക്കി നിറച്ചിട്ട് പിന്നെയും വെള്ളം പുറത്തു വരിക തന്നെ. അനിബ്നു അബ്ബാസിൻ ഖാല ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മ ഇസ്മായിൽ, ഇസ്മായിലിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഈ അരുതാത്ത കാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ വാക്കുകൾ പറയാറുള്ളത്. അത് വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചെയ്യരുതായിരുന്നു. ലൗ തറകത സംസമ, സംസമിൽ തൊടാതെ അങ്ങനെ സംസമിനെ വിട്ടിരുന്നുവെങ്കിൽ അതല്ല കാനത്ത് ഐനം മഈന, അത് മക്കയുടെ പരിസരത്തെ ഏറ്റവും വലിയ ഒരു തടാകമായി തീരുമായിരുന്നു എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു. മഹാതടാകമായിരുന്നു. ഐനും മഈൻ, അറ്റങ്ങ വലിയ തടാകം, വലിയ വിശാലതയുള്ള മഹാതടാകമായിരുന്നു. വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടില്ലായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ. വേറെ ഒരിക്കൽ പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്, 3ാമത്തെ ചോദ്യം കൂടി ചോദിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളൊപ്പം കൂടൂല, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അത് പറയണ്ടില്ലായിരുന്നു, അങ്ങനെ വരണ്ടില്ലായിരുന്നു, ഞാൻ ഇനിയും ബുദ്ധിമുട്ടിയാ ചോദിക്കുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയായാൽ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലായിരുന്നു. ഇതാകെ 3 രഹസ്യങ്ങളല്ലേ മനസ്സിലായിട്ടുള്ളൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നിന്റെ വകയല്ല. ലൗ തറകതുഹു കാനൽ മാഉ ലാഹിറാ, വളരെ പരസ്യമായ ഒരു തടാകമായി തീരുമായിരുന്നു പരിശുദ്ധമായ ഈ വെള്ളം എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളമായി, സന്തോഷത്തിന്റെ വെള്ളം കിട്ടി, വളരെ റാഹത്തായി. ഫശരിബത് വഅർലഅത് വലദാ, മരണത്തിൽ നിന്ന് കുട്ടി രക്ഷപ്പെട്ടു. കുട്ടിക്ക് മുല കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും വെള്ളം കഴിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്തു. ഈ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, പിന്നീട് വിശദീകരിക്കട്ടോ, പിന്നെ ആ ഭാഗത്തേക്ക് വരും. ഈ വെള്ളമാണ് അല്ലാഹു നൽകുന്നത്, മറ്റു ഭക്ഷണമൊന്നും കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ വെള്ളവുമാണ് ഭക്ഷണവുമാണ്. പിന്നീട് ആ ഭാഗത്ത് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്. ഭക്ഷണവും വെള്ളവും കഴിഞ്ഞ പെണ്ണിന് ഈ വെള്ളം കൊടുക്കുക. ഈ വെള്ളത്തിൽ ഭക്ഷണവുമുണ്ട് വെള്ളവുമുണ്ട്. പിന്നീട് വരാം. നിങ്ങളെ ഞാൻ ലേശം ആ ഭാഗത്തെ കുറിച്ചൊന്ന് ചിന്തിപ്പിച്ചു എന്ന് മാത്രം. ഫശരിബത്ത് വഅർലഅത് വലദഹ സ്വഹീഹുൽ ബുഖാരി. ഫജഅലത് തശ്റബു മിനൽ മായി, ഈ വെള്ളം അങ്ങനെ കുടിക്കാൻ തുടങ്ങി. വയദറു ലബനഹ അലാ സബിയ്യ, കുട്ടിക്ക് മുല കൊടുക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഖാല ലഹുൽ മലഹൽ മലകു, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ബഹുമാനം മഹദിയോട് പറഞ്ഞു, ലാ തഖാഫുല്ലയ, ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കൊരു നഷ്ടബോധം വരുമെന്ന് പേടിക്കേണ്ടതേ ഇല്ല. നിങ്ങൾ എന്നും ഇക്കാലത്ത് ഈ രൂപത്തിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഫഇന്നഹാ ഹുനാ ബൈത്തുല്ലാഹ്, ഇവിടെ അല്ലാഹുവിന്റെ വീടുണ്ട്. യഹ്യബ്നി ഹാദൽ ഗുലാമു വഅബൂഹു ഹാദൽ ബൈത്ത്, ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഉപ്പയും കൂടി കഅബാലയത്തെ പുതുക്കി പണിയും എന്ന് മഹാനായ സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിവരം കൊടുത്തു. മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ, ഇന്നല്ലാഹ ലാ യുളയ്യിഉ അഹ്ലഹു, അല്ലാഹു തആല ആരെങ്കിലും അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ അല്ലാഹു തആല ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്നും സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹാജർ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. പേടിക്കണ്ട, ഇത് അല്ലാഹുവിന്റെ അതിഥികൾ ഇവിടെ വരും, അല്ലാഹുവിന്റെ അതിഥികൾക്ക് സമ്മാനം കൊടുക്കാനുള്ള വെള്ളമാണിതെന്ന് മഹാനായ സയ്യിദ്നാ ജിബ്രീൽ